കഴിഞ്ഞ ദിവസം ഹനാൻഷായുടെ കുറേ അധികം വീഡിയോസ് എനിക്ക് കുറച്ച് പേര് അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ചങ്ങായിക്ക് ഒരു നിലപാടുമില്ല. ആര് കയറി ഒരു രാഷ്ട്രീയ പ്രോഗ്രാമിന് വിളിച്ചാലും പൊളിറ്റിക്കൽ പ്രോഗ്രാമിന് വിളിച്ചാലും ഇവൻ കയറിയിട്ട് അവിടെ പോയി പൈസയും വാങ്ങി ഓൻ പാട്ടും പാടി തിരിച്ചു പോരുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ പാട്ടുകാരൻ മുരളി നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നതാണ്. സഖാക്കളേ ലാൽ സലാം, സമരധീരരേ ലാൽ സലാം, വിയർപ്പൊഴുക്കി വേല ചെയ്ത സമരധീരരേ ലാൽ സലാം. നമ്മുടെ എല്ലാവരുടെയും കൂട്ടുകാരനുമായ മുരളി ഒരു ഗാനം ആലപിക്കും. തിരുനെറ്റിക്കൊരു തിലകം ചാർത്തി അവകാശങ്ങൾ പിടിച്ചടക്കാൻ നേടിയെടുത്തവ നിലനിർത്താൻ വരുന്നു ഞങ്ങൾ. നിലപാട് കാണിക്കണ്ടേ സായി ബ്രോ? അത്യാവശ്യം ആളുകൾ അറിയുന്ന ഒരു വ്യക്തിയല്ലേ, യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്റർ അല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഒരു ആർട്ടിസ്റ്റാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമാക്കാരിലാണെങ്കിലും പാട്ടുകാരിലാണെന്നുണ്ടെങ്കിലും ആർട്ടിസ്റ്റുകൾ എപ്പോഴും രാഷ്ട്രീയം അങ്ങോട്ട് തുറന്ന് പുറത്ത് പറയാൻ മോസ്റ്റ് മെജോറിറ്റിയും മടിക്കാറുണ്ട്. ബിക്കോസ് അത് അവരുടെ ആ ഒരു എന്താ പറയുക പ്രൊഫഷനെ ബാധിക്കുമോ, പ്രൊഫഷണൽ ലൈഫിനെ ബാധിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം. എന്നാൽ തുറന്ന് പറയുന്നവരുണ്ട്, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നവരുണ്ട്, അതൊക്കെ ഉണ്ട്. ഹനാൻഷായുടെ കേസിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഹനാൻ്റെ വ്ളോഗിൽ വന്നിട്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹനാൻഷാൻ്റെ ഈ കാണുന്ന വീഡിയോസൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. LDF വേദിയിലും UDF വേദിയിലും മുസ്ലിം ലീഗിൻ്റെ വേദിയിലും BJP വേദിയിലും മാത്രമാണ് ഹനാൻഷാനെ ഞാൻ കാണാത്തത്. BJP വിളിച്ചിട്ട് പോവാത്തതാണോ, അതോ ആ രാഷ്ട്രീയം സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ സ്റ്റേജിൽ പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും പോവാത്തതാണോ, അതോ ഇനി വിളിച്ചാൽ പോവായിരുന്നു വിളിക്കാത്തതുകൊണ്ട് പോയില്ല എന്നുള്ള മൈൻഡ് സെറ്റാണോ എന്നുള്ളത് അറിയില്ല. അതിനെക്കുറിച്ച് ഹനാൻഷാ ഇവിടെ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇതിൽ തന്നെ ഹനാൻഷാ ഈ V അബ്ദുറഹ്മാൻ്റെ തിരൂർ കാൻഡിഡേറ്റ് ആയിരുന്ന V അബ്ദുറഹ്മാൻ്റെ പ്രോഗ്രാമിന് ചെന്ന സമയത്ത് അബ്ദുറഹ്മാൻ സ്റ്റേജിൽ ഹനാൻഷാനെ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇനി ഹനാൻഷാ എന്നല്ല ആരാണെന്നുണ്ടെങ്കിലും റിയാക്ട് ചെയ്യണമെന്നേ ഞാൻ പറയൂ. കാരണം V അബ്ദുറഹ്മാൻ അന്ന് സ്റ്റേജിൽ നിന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാനിവിടെ എത്തിയത്. നമ്മുടെ എതിരാളികൾ പറയുന്നു നമ്മൾ താനൂരിൽ നിന്നും തോറ്റുമടങ്ങിയെന്ന്. 2 മാച്ച് നമ്മൾ കളിച്ചു, താനൂരിൽ പാകിസ്ഥാനിൽ വെച്ച് കളിച്ചു, 2ലും അവരെ തോൽപ്പിച്ചു. ഇത് 3ാമത്തെ മാച്ച്. അത് നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ തിരൂരിൽ വെച്ച് കളിക്കുന്നു. നമുക്ക് ജയിക്കണ്ടേ? V അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ വേസ്റ്റ്, ഈ മാലിന്യം സ്റ്റേജിൽ നിന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടോ. ഇയാൾ 2 വട്ടം ജയിപ്പിച്ച വിട്ട മണ്ണാണ് താനൂരിൻ്റെ മണ്ണ്. ഇപ്പം അയാൾ താനൂരിൽ നിന്ന് തിരൂരിക്ക് വന്നു, പേടിച്ച് ഓടിയതാണ് എങ്ങയോട്. എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്നിട്ട് പറയും ആ 2 വട്ടം ജയിപ്പിച്ച മണ്ണും ആ മണ്ണിലെ നാട്ടുകാരും പാകിസ്ഥാൻ. എന്തർത്ഥത്തിലാണ് V അബ്ദുറഹ്മാൻ അത് പാകിസ്ഥാനാന്ന് പറഞ്ഞത്? അതിവിടെ ഭയങ്കരമായിട്ട് ചർച്ചയായില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാഷ്ട്രീയക്കാരൻ 2 ടേമിൽ അവിടെ നിന്ന് ആ നാട് അയാളെ ജയിപ്പിച്ച്, എന്നിട്ട് ഈ തീവ്രവാദ രാജ്യത്തിൻ്റെ പേരും പറഞ്ഞ് അവരെ വിളിക്കുകയാണ്. ഉളുപ്പില്ലാത്തവൻ്റെ ചെള്ളടിച്ച് പൊട്ടിക്കാൻ ആളില്ല എന്ന് ഞാൻ പറയും. അമ്മാതിരി വൃത്തികേടാണ് ആ വിളിച്ച് പറഞ്ഞത്. ആ വിളിച്ച് പറഞ്ഞത് എവിടുന്ന? ഹനാൻഷാ അപ്പുറത്തുള്ളപ്പോൾ. അവിടെയാണ് ഞാൻ പറഞ്ഞത് ആർട്ടിസ്റ്റുകൾ അവരുടെ പ്രൊഫഷൻ അയ്യോ പ്രതികരിച്ചാൽ അല്ലെങ്കിൽ നിലപാട് പറഞ്ഞാൽ ഈ ആശയം വേറെ ആമാശയം വേറെ എന്ന് പറയില്ലേ, ആശയം മുറുകെ പിടിച്ച് നടക്കുമ്പോൾ ആമാശയത്തേക്ക് ചിലപ്പോൾ ഒന്നും എത്താനുള്ള വക കിട്ടില്ല. മനസ്സിലായോ? അപ്പം എന്ത് ചെയ്യും? ആശയം സൈഡിൽ വയ്ക്കും, ആമാശയത്തേക്ക് വല്ലതും പോയാൽ മതി, കിട്ടിയാൽ മതി, ഇത് കിട്ടിയാൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെ ആശയം അല്ലെങ്കിൽ നിലപാടൊന്നും പറയില്ല. ഇങ്ങനത്തെ സാഹചര്യത്തിന് ഞാൻ പറയുമ്പോൾ അത് പ്രതികരിക്കേണ്ട ഒരു കാര്യമല്ലേ? പ്രതികരിച്ചില്ല. അപ്പം അതിൽ നിന്ന് തന്നെ ഏറെക്കുറെ മനസ്സിലാക്കുക ഹനാൻഷായുടെ ആവശ്യം എന്ന് പറയുന്നത് ആമാശം ആണ്, ആശയമല്ല. അപ്പം ഹനാൻഷാനെ നിങ്ങൾ LDF സ്റ്റേജിലും കാണും,
UDF സ്റ്റേജിലും കാണും. കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. ഞാൻ പറഞ്ഞു ഈ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ അങ്ങനെയാണ്. കാരണം KM ഷാജീൻ്റെ ഒപ്പവും കണ്ടു, മഞ്ഞളാംകുഴി ഒപ്പവും കണ്ടു, വി അബ്ദുറഹ്മാൻ്റെ ഒപ്പവും കണ്ടു. നേരത്തെ പറഞ്ഞ പോലെ BJPക്കാരുടെ കൂടെ കണ്ടില്ല എന്നേ ഉള്ളൂ. ഈ വേടൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ വേടൻ ലെഫ്റ്റ് വിങ്ങിലാണ്, LDF വേദികളിലാണ്, LDF കാൻഡിഡേറ്റ്സിൻ്റെ ഒപ്പമാണ്. ആ ആശയവും ആ പൊളിറ്റിക്സുമാണ് വേടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേടൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ കയറിപ്പോയി. മനസ്സിലായില്ലേ? ഈ വേടൻ ഈ പറഞ്ഞ പോലെ ബാക്കി ആരെങ്കിലും ഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി പോകുമായിരിക്കും. എഗെയിൻ പറയും ആർട്ടിസ്റ്റാന്ന് പറയും. പക്ഷെ എന്നാലും ആശയത്തിൽ കുറച്ചും കൂടി ഉറച്ചു നിൽക്കും തോന്നുന്നു അതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആമാശയം എന്നുള്ളൊരു ടേം വരുമ്പോഴാണ് ഇങ്ങനെ എന്താ പറയുക, ഒന്നിനും പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളായി പോണേന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല ആർട്ടിസ്റ്റുകളുടെ കേസിലും. ഹനാൻ ഷായുടെ കാര്യത്തിൽ ഇവിടെ കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിനകത്ത് കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കാണാൻ കിട്ടും. അതുമാത്രമല്ല ഹനാൻ ഷാ വന്നിട്ട് ഇത് വ്ളോഗിനകത്ത് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ ബേപ്പൂര് വന്നിരുന്നു. ഇന്നലെ UDF പ്രചരണാർത്ഥം ഇന്നലെ ബേപ്പൂര് പോയി. ഇന്ന് LDF പ്രചരണാർത്ഥം നമ്മൾ തിരൂര് പോകുന്നുണ്ട്. നാളെ മുസ്ലിം ലീഗിൻ്റെ പ്രചരണാർത്ഥം, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രചരണാർത്ഥം, അതുപോലെ തന്നെ LDF പ്രചരണാർത്ഥം ഓരോ സ്ഥാനാർത്ഥിമാരെയും കണ്ടു. അപ്പോൾ പറ്റണ പോലെ എനിക്ക് പേഴ്സണലി ബന്ധമുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഞാൻ പേഴ്സണലി അറിയണ, പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കുറച്ചായിട്ട് നമ്മളെ ആർട്ട് അതായത് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ലീഡേഴ്സ് ഉണ്ട്. സോ എല്ലാ ലീഡേഴ്സിനെയും നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടമുള്ള കുറേ ലീഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എനിക്ക് ബന്ധങ്ങളുള്ള, എനിക്ക് ഒരുപാട് ഹെൽപ്സ് ചെയ്ത ലീഡേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഞാനൊന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഹനാൻ ഷാ ഈ ഒരു കാര്യം പറയുന്നത് പേഴ്സണലി ഇഷ്ടമുള്ള നേതാക്കന്മാർ, പേഴ്സണലി ഇഷ്ടമുള്ള വ്യക്തികൾ. ശരിയാണ്, ചില ആളുകളുടെ കേസിൽ, ഇപ്പോൾ ചില ആളുകളുടെ എന്നല്ല എല്ലാ ആളുകളുടെ കേസിലും, ചിലർന്ന് പറഞ്ഞിട്ട് ഇനി അത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ എൻ്റെ കേസിലാണെങ്കിലും നിങ്ങളുടെ കേസിലൊക്കെ ആണെങ്കിലും രാഷ്ട്രീയത്തിലുപരി ചിലപ്പോൾ ഒരു വ്യക്തിയെ, അയാളുടെ വ്യക്തിത്വത്തെ നമ്മൾ ചിലപ്പോൾ ഇഷ്ടപ്പെടും. മനസ്സിലായോ? ചിലപ്പോൾ ആ രാഷ്ട്രീയത്തിൽ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി, ഒരു പേഴ്സണാലിറ്റി എന്ന് പറയാൻ നമുക്കൊരാൾ കാണും. ചിലപ്പോൾ നമുക്ക് അയാളുമായിട്ടൊരു അടുത്ത ബോണ്ട് കാണും. പല സാഹചര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയിൽ സഹായിച്ച് കാണും, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാത്രം സഹായിച്ച ആളുകളുണ്ടാവാം. അങ്ങനെയൊക്കെ ഉണ്ടാവും രാഷ്ട്രീയത്തിൽ, അതൊക്കെ ഉണ്ടാവും. അതൊന്നും ഒരു മോശമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഹനാൻ ഷായുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ അതാണ്. രാഷ്ട്രീയം ആൻഡ് പ്ലസ് ആ ഹ്യൂമൻ, ആ പേഴ്സണാലിറ്റി, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഹനാൻ ഷാ ഇനി പറയുന്നത് കേട്ടോണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ ഇന്നാണ് തിരിച്ച് വീട്ടിലെത്തുന്നത്. അപ്പം 2006 നമ്മൾ ഈ വീടുണ്ടാക്കണത്. സോ 2006 വീടുണ്ടാക്കിയതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് വീടിൻ്റെ അടിഭാഗത്ത് ഒരു പണി വരുന്നത്. അപ്പം ഈ ഇലക്ഷൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കണമെന്ന് ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയട്ടെ. ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്. സോ എനിക്ക് പ്രോഗ്രാംസ് ഉള്ള പരിപാടികളിൽ ഇപ്പം നമ്മളൊരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ, ഈ ഇലക്ഷൻ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഇവൻറ്റ്സ്, അതായത് ബാക്കി നമ്മൾ നടക്കാനുള്ള പബ്ലിക് ഇവൻറ്റ്സും നടക്കാനുള്ള അനുമതികളും കാര്യങ്ങളും നമുക്ക് കിട്ടൂല ഈ ഒരു സമയത്ത്. അതായത് ഇലക്ഷൻ പ്രചരണം കൊണ്ട് തന്നെ നാട്ടിൽ ഒരുപാട് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള സമയം ആയതുകൊണ്ട് തന്നെ ഇനോഗ്രേഷൻസ് ആണെങ്കിൽ നടക്കാനുള്ള അനുമതി കിട്ടൂല. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോഗ്രാംസ്, നമ്മളെ പബ്ലിക് ഇവൻറ്റ്സ് നടക്കാനുള്ള അനുമതി കിട്ടൂല. 4 ഇവൻ്റാണ് നമുക്ക് പോസ്റ്റ്പോൺ ആയത്. കാരണം ഏത് മിനിസ്ട്രിയിൽ നിന്നും ഏത് കളക്ടറും എന്ത് ചെയ്യില്ല, ഇലക്ഷൻ സമയത്ത് വേറെ മറ്റുള്ള പാട്ടുപരിപാടികൾക്ക് സാങ്ഷൻ കൊടുക്കില്ല. അപ്പോൾ നമുക്ക് ആകെയുള്ള ഈ മാസത്തെ ഞങ്ങളെ കഞ്ഞികൂടി പറഞ്ഞാൽ വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഇലക്ഷൻ ഇവൻറ്റ്സ് ഇപ്പോൾ നടക്കുമ്പോൾ അതിൽ പെർഫോം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പാർട്ടി വക ഭേദമന്യേ, അതായത് പാർട്ടി നോക്കാണ്ട് ആരാണ് നമ്മളെ കോൺടാക്ട് ചെയ്യണത്, ഓൾക്ക് വേണ്ടി നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പൊളിറ്റിക്കലി ആരും കാണരുത് നമ്മൾ ഓഡിയൻസ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ നമ്മളെ കഞ്ഞികൂടി അതാണ്. അപ്പം നമുക്കിപ്പം ഒരു ബാർബറാണെന്നുണ്ടെങ്കിൽ ഒരു ബാർബർ ഷോപ്പിൽ ഒരാൾ ഇരിക്കുക. അപ്പോൾ ഒരു പാർട്ടിക്കാരൻ വന്നു, UDF വന്നു. അപ്പം അയാൾ ബാർബർ LDF എഴുതിയാക്കി UDF മുടി വെട്ടാതിരിക്കാൻ പറ്റില്ല. സോ ഇലക്ഷൻ്റെ ടൈമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞങ്ങൾ സിറ്റുവേഷൻ. ഞങ്ങൾ പാട്ടുകാരാണ്. നമ്മൾ LDF വിളിച്ചാലും നമ്മൾ UDF വിളിച്ചാലും നമ്മളെ മുസ്ലിം ലീഗ് വിളിച്ചാലും നമുക്ക് പോയിട്ട് പാടേണ്ടി വരും, പെർഫോം ചെയ്യേണ്ടി വരും. അത് നമ്മളെ വരുമാന മാർഗ്ഗമാണ്. സോ അത് അങ്ങനെ തന്നെ എല്ലാവരും കാണണമേ എന്ന് എൻ്റെ ഓഡിയൻസിനോട്, പുറത്തുള്ള ആൾക്കാർ ആരും പറഞ്ഞ് ബോധിപ്പിക്കാൻ എനിക്കൊരു താല്പര്യമില്ല. കാരണം അതിപ്പോൾ ഞാൻ പാടിയാലും പറഞ്ഞാലും അതിനൊരു 4 വർത്താനം. ഇന്ന് UDF പരിപാടി നടക്കുമ്പോൾ നാളെ LDF പറയും, നാളെ LDF പരിപാടി നടക്കുമ്പോൾ UDF ഇങ്ങോട്ട് പറയും, പിന്നെ ലീഗിൻ്റെ നടക്കുമ്പോൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അപ്പം അത് എനിക്ക് ഒന്നും പറയില്ല. പക്ഷേ എൻ്റെ ഓഡിയൻസ് അത് ആ അവസ്ഥ സിറ്റുവേഷൻ മനസ്സിലാക്കണം എന്ന് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്. അല്ല, ഇതിപ്പോൾ ഹനാൻ ഷാ തുറന്ന് പറഞ്ഞത് നന്നായി. കാരണം ഇല്ലെങ്കിൽ ഇത് വർത്താനം ഉണ്ടായിട്ടുണ്ട്. അത് ഉള്ളത് കൊണ്ടാണല്ലോ ഹനാൻ ഷാക്ക് ഇത് പറയേണ്ട അവസ്ഥ വന്നത്. കാരണം ഹനാൻ ഷായുടെ തന്നെ കുറേ ട്രോളുകളും കുറേ കമൻറ്റ് ബോക്സിലൊക്കെ ഈ സാധനം വന്നിട്ടുള്ളതാണ്. കുമ്മനടിച്ച് നടക്കുകയാണോ ഈ ടൈമിൽ എന്നുള്ളത്.
ശരിയാണ്, ഒരു കലാകാരനാണ്, ഈ ടൈമിൽ വേറെ സ്റ്റേജ് പ്രോഗ്രാംസ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രോഗ്രാമിൽ നിന്ന് ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് അത് എല്ലാ ആർട്ടിസ്റ്റുകളും ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ ഈ ടൈം ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ അത്യാവശ്യം എന്താ പറയുക, സിനിമയിൽ പാടുന്ന ആളുകളടക്കം അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാടുന്നവരൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ പാരഡി പാട്ട് പാടാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർ ചോദിക്കുമ്പോൾ ആ പാട്ട് പാടാൻ വേണ്ടിയിട്ട് പോയി ഡബ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള മേഖലയിൽ നിന്ന് എത്ര ഫണ്ട്, ഇപ്പോൾ ഒന്നും വേണ്ട, ഇൻഫ്ലുവൻസർമാരുടെ ഇടയിൽ തന്നെ എത്രയോ പേര് രാഷ്ട്രീയ നിലപാടുള്ളവരും ഇല്ലാത്തവരും കുറച്ച് കാശ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെത്ര തരും, LDF ഇത്ര തരും, UDF ഇത്ര തരും, BJP ഇത്ര തരും എന്നിട്ട് അങ്ങനെ വീഡിയോസ് ഇടാറുണ്ട്. കമൻറ്റ് ബോക്സ് കൊണ്ട് ഓഫാക്കി വെച്ചിട്ട് ആ കൊടുത്ത സ്ക്രിപ്റ്റിൽ വീഡിയോ ഇട്ടിട്ട് പോകാറുണ്ട്. ഈ ഒരു ഇലക്ഷൻ നമ്മളത് ഭയങ്കര അഗ്രസീവായിട്ട് കണ്ടതുമാണ് അല്ലേ. പ്രീവിയസ് ഇയേഴ്സിനെ പോലെ അല്ല 2026 ഈ ഒരു ഇലക്ഷന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ ഒരു അഗ്രസീവായിട്ടുള്ളൊരു ഫേസ് നമ്മൾ കണ്ടു. അതിനകത്ത് ഇൻഫ്ലുവൻസേഴ്സ് അടക്കം എല്ലാവരും, കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒക്കെ ഭയങ്കരമായിട്ടുള്ള റോളാണ് അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഹനാൻഷയുടെ കേസ് പറഞ്ഞു, എനിക്ക് കാശ് കിട്ടണം, ഈ ടൈമിൽ എനിക്ക് വേറെ പണിയില്ല, അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ. ഇപ്പോൾ നിങ്ങൾ ഇതിൽ നോക്കിയാൽ മതി, റമദാൻ മാസത്തിൽ ഹനാൻഷയുടെ സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളൊന്നും പോകാറില്ല. അപ്പോൾ വ്ളോഗ് ഇട്ടിട്ട് വേണം റവന്യൂ ഉണ്ടാക്കാൻ. അപ്പോൾ ആ ടൈമിൽ ഹനാൻഷ 2-3 വ്ളോഗ് ഇടുന്നുണ്ട് ഒരു ദിവസം. അപ്പോൾ ആ റവന്യൂ മാറ്റേഴ്സ് എന്നുള്ള ടേംസിൽ പോകുന്ന ഒരാളാണ്. പിന്നെ അത് തുറന്ന് പറയാനുള്ളൊരു ഇയാളിത് കാണിക്കുന്നുമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതല്ലാതെ ചെയ്യുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് സൈലൻ്റ് ആയിട്ട് ആരും അറിയാതെ ചെയ്യുന്നവരും ഉണ്ട്. ചില ആളുകൾ ഞാൻ നോക്കുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും, മനസ്സിലായോ? അടിയിൽ കൂടി വേറെ PR പരിപാടിയായിട്ട് വേറെ എന്തെങ്കിലും ഒരു ടീമിൻ്റെ ഒപ്പം പോകും. ചിലപ്പോൾ ഒരു BJP-കാരനായിരിക്കും, അടി ഉറച്ച സംഖ്യയായിരിക്കും. കാശ് കിട്ടുന്ന കാണുമ്പോൾ എല്ലാത്തിനും മാറ്റി വെച്ചിട്ട് പുറത്ത് LDFൻ്റെ പരിപാടികൾ ബാക്കി സാധനങ്ങൾ ഏറ്റെടുക്കും. ഇത് രണ്ടും എല്ലാം സംഭവിക്കുന്നുണ്ട്. എൻഡ് ഓഫ് ദ ഡേ ഒരാൾക്ക് ജീവിക്കാൻ കാശ് വേണം. അപ്പോൾ ആ കാശിൻ്റെ കാര്യം വരുമ്പോൾ ചില ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിലപാട് വേറെ, അതിൽ തന്നെ ആശയം വേറെ, ആമാശയത്തേക്ക് നിറച്ചാൽ മതി കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. അല്ലാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, നിലപാടിൽ ഉറച്ച് നിന്നുകൊണ്ട് ഇനിയിപ്പോൾ ആരും ഒന്ന് വിളിച്ചിട്ടും കാര്യമില്ല, ഈ ടൈമിൽ അങ്ങനെ ഉണ്ടാക്കുന്ന പൈസ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പോകുന്നവരും ഉണ്ട്. അങ്ങനെയുള്ളവരെയും കാണാൻ പറ്റൂടെ, മനസ്സിലായോ? ഇപ്പോൾ സൂരജ് സന്തോഷിൻ്റെ മറ്റേ ആലായാൽ തറ വേണം ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സൂരജ് സന്തോഷിൻ്റെ ഒരു പാട്ട് കേട്ട് ഞാൻ സത്യത്തിൽ ആകെ കമോൺ അടിപൊളി. കാരണം ഇത് നിങ്ങൾ കേക്ക്, ഇതാണ് നിലപാടിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് നിങ്ങൾക്ക് വെച്ച് തരാനുള്ളൊരു എക്സാമ്പിൾ. അടുത്ത പാട്ട് കുറച്ചു കാലം മുന്നേ തിരുത്തി എഴുതിയൊരു പാട്ടാണ്. എന്തിന് തിരുത്തി എഴുതി, എന്തിന് ഇത് ചെയ്ത് എന്നുള്ളതിന് എനിക്ക് വ്യക്തമായ ഉത്തരമുണ്ട്, എനിക്ക് എൻ്റെതായ നിലപാടുമുണ്ട്. നിങ്ങളെല്ലാവരും പാട്ട് കേൾക്കൂ, നിങ്ങളുടെ നിലപാട് നിങ്ങൾ രൂപീകരിക്കൂ. പക്ഷെ നിലപാടുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇലക്ഷനൊക്കെ വരികയാണ്, നിങ്ങൾ നിങ്ങളുടെ നിലപാട് രൂപീകരിക്കേണ്ട സമയമായി. പക്ഷേ ജീവിതത്തിലും ഒരു നിലപാട് ഉണ്ടായിരിക്കണമെന്നാണ് ഇലക്ഷൻ്റെ സമയത്ത് മാത്രം കാണുന്ന ഒരു കാര്യമല്ല, ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പാട്ടിലേക്ക് പോകണ ആലാൽ തറ വേണോ, മനുഷ്യന് മാമൂൽ വേണ്ട, മംഗല്യത്തിന് സ്വർണ്ണേ വേണ്ട, മനുഷ്യന് മാമൂൽ വേണ്ട, മംഗല്യത്തിന് സ്വർണ്ണേ വേണ്ട, മങ്ങാതിരിപ്പാൻ നിലപാടൊന്നു വേണം, മങ്ങാതിരിപ്പാൻ നിലപാടൊന്നു വേണം, പൗരനായാൽ ബോധം വേണം, വാരി സമാധാനം വേണം, പൗരനായാൽ ബോധം വേണം, വാരി സമാധാനം വേണം, പ്രജയെന്നും രാജനെന്നും പദവി വേണ്ട, പ്രജയെന്നും രാജനെന്നും പദവി വേണ്ട, ആലായാൽ തറ വേണോ, അടുത്തോരമ്പലം വേണോ, വേണോ വേണോ എന്തായാലും എനിക്ക് ആലായാൽ തറ വേണ്ട, അടുത്തോരമ്പലം വേണ്ട, ആനിന്നു ചേർന്നൊരു കുളവും വേണ്ട, കുളിപ്പാനായി കുളം വേണ്ട, കുളത്തിൽ ചെറുതാമര വേണ്ട, കുളിച്ചാൽ പിന്നെ പുറം ചിന്തകൾ വേണ്ട, ആലായാൽ തറ വേണ്ട, അടുത്തോരമ്പലം വേണ്ട, ആനിന്നു ചേർന്നൊരു കുളവും വേണ്ട. അത്രേ ഉള്ളൂ, സിമ്പിൾ. അതായത് ഈ ചങ്ങായിനെ ഹിറ്റാക്കിയ ആ വരികൾ തന്നെ എന്ത് ചെയ്തു, നിലപാട് എന്ന് പറഞ്ഞ് അങ്ങനെ അത് ആ കൃത്യമായ നിലപാട് പറഞ്ഞു വെച്ചിട്ട് പോയി. ഇതൊന്നൊരു ഹെയ്റ്റ് വരൂ, ഇതൊന്നൊരു പ്രശ്നം സംഭവിക്കുമോ, ഇന്ന എത്രയും ഏറ്റെടുത്ത ഒരു പാട്ടും അതിൻ്റെ ലിറിക്സും ഞാനായിട്ട് നിലപാടിന് വേണ്ടി മാറ്റും എന്തെങ്കിലും സംഭവിക്കുമോ, അതെൻ്റെ ഈ പറഞ്ഞ പോലെ ആമാശയത്തിലേക്ക് പോകുന്നതിന് വഴിമുട്ടൽ ഉണ്ടാക്കുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ആളത് പറഞ്ഞു പാടിപ്പോയി. അത് കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരാശയവും ഒരു നിലപാടും വേണം എന്നുള്ളത്
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പൊളിറ്റിക്കലി ചില സാഹചര്യത്തിൽ അത് എന്താ പറയുക, ആർട്ടിസ്റ്റുകൾക്ക് അത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ വളരെ പാടായിരിക്കും. ഇന്ന് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോയ സമയത്ത് പല സ്റ്റാറുകളോടും ചോദിക്കുമ്പോൾ പല രീതിയിലുള്ള ഉത്തരങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആർക്കും ഒരു കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ വ്യൂ വെച്ചിട്ട് പോകാൻ പറ്റിയിട്ടില്ല അന്ന്. അതങ്ങനെയാണ് ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ ഹനാൻഷി ആണെങ്കിലും ആരെങ്കിലും ഒരു മോസ്റ്റ് മെജോറിറ്റി ആർട്ടിസ്റ്റുകൾക്കും നിലപാട് വെക്കാൻ ശേഷം പാടാം. കാരണം അവരുടെ എക്സിസ്റ്റൻസ് ഇല്ലാതാവുമോ, അവർക്ക് ആമാശയത്തിലേക്കുള്ള പോക്ക് കുറയുമോ എന്നുള്ളൊരു പേടി അവർക്ക് ഉള്ളത് കൊണ്ടും, ഇതിനു മുമ്പ് അങ്ങനെ പറഞ്ഞവർക്കൊക്കെ ഇതേപോലുള്ള ഇഷ്യൂസ് പറ്റിയതായിട്ട് അവർക്ക് എന്തെങ്കിലും അവരുടെ ഒരു എന്താ പറയുക അറിവുണ്ട് എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം ഇവരാരും അവരുടെ എന്താ പറയുക ആശയം മാറ്റി വെച്ച് ആമാശയത്തിലേക്ക് എന്നുള്ള വഴിയെ ചൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം അതിൻ്റെ കാര്യത്തിൽ പോയിട്ട് ഹനാൻഷാണ്. ഇപ്പോൾ ഞാൻ ഓബിയസ്ലി നമ്മുടെ ഇന്ത്യയിൽ ഒരു നാട്, ആ നാട്ടിലെ നാട്ടുകാരെ എല്ലാവരെയും കൂടി പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം എന്താ പറയുക സ്റ്റേജിൽ ഒരു 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 രാഷ്ട്രീയക്കാരൻ നിന്ന് വർത്താനം പറയുമ്പോൾ ഇനി അയാൾ വിളിച്ചിട്ട് അയാളുടെ സ്റ്റേജ് അയാൾ വിളിച്ചു കൊണ്ടുവന്ന ഷോ ആണെങ്കിൽ പോലും അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വിമർശനം അറിയിക്കണം, നമ്മളെ പ്രതിഷേധം അറിയിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഒരാളും പാകിസ്ഥാനായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട് പാകിസ്ഥാനല്ല, നമ്മുടെ നാട്ടുകാരും പാകിസ്ഥാനികളല്ല. മനസ്സിലായോ? നമ്മുടെ ശത്രു രാജ്യമാണ്, തീവ്രവാദ രാജ്യമാണ്. അതിനായിട്ട് നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ നാടിനെയും കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ബാക്കി കാര്യങ്ങളിൽ വേണമെങ്കിൽ എന്ത് ചെയ്തോ, നിങ്ങൾ കോംപ്രമൈസ് ചെയ്തോ. കാരണം എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഷോ കിട്ടണം, നിങ്ങളെ ബിസിനസ് റൺ ആവണം. പക്ഷേ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള വർത്തമാനങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ അവിടെ പ്രതികരിക്കാൻ നമുക്ക് പറ്റണം ആസ് എ ഹ്യൂമൻ ബീങ്. മനസ്സിലായില്ലേ? കംപ്ലീറ്റ്ലി നമ്മൾ അങ്ങോട്ട് എല്ലാതും ആമാശയത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നിലപാടുകളും എടുത്തു വെച്ച് നമ്മുടെ ആശയങ്ങളും എടുത്തു വെച്ച് നമ്മൾ പോകരുതെന്നേ എനിക്ക് യൂത്തിനോട് പറയാനുള്ളൂ. പ്രതികരിക്കണത് എന്തായാലും പ്രതികരിക്കണം. പക്ഷെ ചിലപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ എന്താ പറയുക എക്സിസ്റ്റൻസ് മാറ്റേഴ്സ് എന്നുള്ളപ്പോൾ ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ, ഓക്കെ, ആർക്കും ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ ന്യൂട്രലായിട്ട് പോകുന്നത് കൊണ്ടും വലിയ തെറ്റൊന്നുമില്ല.